ഹായ് ഫ്രണ്ട്സ്, ഇന്നു മുതൽ കേരള PSCയിലെ ലോകചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡീപ്പ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ കേരള PSC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ 4ഓളം സെക്ഷനുകളിലായിട്ടായിരിക്കും നമ്മൾ പഠിച്ചു മാറ്റുന്നത്. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചു മാറ്റുന്നത് ആധുനിക ലോകത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും ഈ സെക്ഷനിൽ 5 പ്രത്യയശാസ്ത്രങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് ഫ്യൂഡലിസം, രണ്ടാമത്തേത് സോഷ്യലിസം, മൂന്നാമത്തേത് കമ്മ്യൂണിസം, നാലാമത്തേത് മെർക്കൻഡലിസം, അഞ്ചാമത്തേത് ഇംപീരിയലിസം അഥവാ സാമ്രാജ്യത്വം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിലെ ഒന്നാമത്തെ ആശയമായിട്ടുള്ള ഫ്യൂഡലിസത്തെ പറ്റിയിട്ട് പഠിക്കുന്നു. ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാന വസ്തുതകളാണ്. ഒന്നാമത്തേത്, ഫ്യൂഡലിസം എന്ന ആശയം ഉദ്ഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? രണ്ടാമതായി, ഫ്യൂഡലിസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട ഗുണകരമായ വസ്തുതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് മൂന്നാമതായും, ദോഷകരമായിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നാലാമതായും പഠിക്കുന്നു. ഈ പഠിച്ച ഭാഗങ്ങളുടെ ഒരു സമ്മറി ആയിരിക്കും അഞ്ചാമതായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. ഫ്യൂഡലിസം എന്താണ്? ഫ്യൂഡലിസം എന്നാൽ 7-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനുമിടയിൽ മധ്യകാല യൂറോപ്പിൽ ശക്തിയാർജിച്ച ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് പിന്നിലൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. 5-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ മൊത്തത്തിൽ ഭരിച്ചിരുന്ന, യൂറോപ്പിലൊരു കേന്ദ്രീകൃത ഭരണം നയിച്ചിരുന്ന റോമൻ സാമ്രാജ്യം ഇല്ലാതായി. ഇതോടുകൂടി യൂറോപ്പ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രദേശങ്ങളായിട്ട് മാറി. ഇവിടെയുള്ള ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ഭരണമോ ഭരണകർത്താവോ ഇല്ലാതായി വന്നു. സ്വാഭാവികമായിട്ടും ഈ ചെറിയ ചെറിയ പ്രദേശങ്ങളുണ്ടായിരുന്ന പ്രഭുക്കന്മാർ, നാടുവാഴികൾ, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ പ്രദേശത്തിൻ്റെ, ലാൻഡിൻ്റെ ഉടമസ്ഥന്മാർ ഈ നാട്ടുകാരുടെ, ഈ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാക്കി. ലാൻഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ സാമൂഹിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃഷിക്കായിരുന്നു പ്രാധാന്യം. ലാൻഡായിരുന്നു ഒരാളിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ, അല്ലെങ്കിൽ ഒരാളിൻ്റെ സമൂഹത്തിൽ കിട്ടുന്ന അധികാരത്തിനെ നിർണ്ണയിച്ചിരുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കാം. ഫ്യൂഡലിസം എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത് ഫ്യൂഡം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഫ്യൂഡത്തിൻ്റെ അർത്ഥം സേവനത്തിനായി ഭൂമി അനുവദിക്കുക എന്നതായിരുന്നു ഫ്യൂഡം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ ഈ കാലഘട്ടത്തിൽ, ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടത്തിൽ, 7-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിലും ഇടയിൽ യൂറോപ്പിൽ ഫ്യൂഡലിസം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് നൽകുന്ന സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ, അവർക്ക് നൽകുന്ന സേവനത്തിൻ്റെയും സൈനിക സേവനത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടിസ്ഥാനത്തിൽ അവരുടെ തൊട്ട് കീഴിൽ നിന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ജനങ്ങൾക്കും ഭൂമി പതിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്രകാരം ലഭ്യമാകുന്ന ഭൂമിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ അധികാരത്തെ, സമൂഹത്തിലെ പദവിയെ നിർണയിച്ചിരുന്നത്. നമുക്ക് ഫ്യൂഡലിസം എന്ന ആശയം, അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന വ്യവസ്ഥിതി ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങളെ പറ്റിയിട്ട് കൂടെ പഠിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റോമൻ എംപയറിൻ്റെ തകർച്ച തന്നെയായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച ആയിരുന്നു. 5-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ഒരു കേന്ദ്രീകൃത ഭരണം നടത്തിയിരുന്ന സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്.
ഈ റോമൻ സാമ്രാജ്യം ഇല്ലാതാവുന്നതോടുകൂടി ഒരു സെൻട്രലൈസ്ഡ് ഭരണം അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത ഭരണം എവിടെ ഇല്ലാതായി? യൂറോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇല്ലാതായി. സ്വാഭാവികമായിട്ടും ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് സംരക്ഷണത്തിൻ്റെയും ഒരു ക്രമത്തിൻ്റെയും ആരെയൊക്കെ ബഹുമാനിക്കണം, ആരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരൊക്കെയാണ് ഇടപെടുന്നത്? യുദ്ധം വന്നാൽ സൈനികർ ഇടപെടും, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പോലീസ് ഇടപെടും. ഇങ്ങനെയൊക്കെ ഇന്നൊരു സാമൂഹ്യ വ്യവസ്ഥയില്ലേ? അങ്ങനത്തെ ഒരു സാമൂഹ്യ ക്രമം ഇല്ലാത്ത ഒരു വിഷയം റോമൻ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തോടു കൂടി യൂറോപ്പിൽ എന്ത് ചെയ്യുകയാണ്? സംഭവിക്കുകയാണ്. അപ്പോൾ ഒരു സാമൂഹിക ക്രമം കെട്ടിപ്പടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രാദേശിക ഭരണാധികാരികൾ അവിടെ ഉയർന്നു വന്നു. ഈ പ്രാദേശിക ഭരണാധികാരികളായിരുന്നു എന്തിൻ്റെ തുടക്കക്കാരെന്ന് പറയുന്നത്? ഫ്യൂഡലിസം എന്ന് പറയുന്ന വ്യവസ്ഥിതിയുടെ തുടക്കക്കാർ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്തു? ഇവരുടെ വ്യക്തിഗത മികവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇവരുടെ വ്യക്തിഗത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ അധികാര ഘടന ഇവർക്ക് പ്രാധാന്യമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവർക്ക് ആധിപത്യമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നടപ്പിലാക്കി. ഇവരെന്ത് ചെയ്തു? നടപ്പിലാക്കി. സ്വാഭാവികമായിട്ടും ലാൻഡിൻ്റെ ഓണർമാരായിട്ടുണ്ടായിരുന്ന പ്രഭുക്കന്മാരാണ് ഇപ്പോൾ എന്തെന്ന് പറയുന്നത്? അധികാരികളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാടിൻ്റെ സമ്പത്തും അതേപോലെ തന്നെ ഒരു നാടിൻ്റെ അധികാരവും ഭൂമിയായി മാറുന്ന ഒരു വ്യവസ്ഥയും ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ സംജാതമാവുകയാണ് ചെയ്തത്. ഒരു നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുവാണ്? പ്രഭുക്കന്മാർ വന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ഭരണം ഇല്ലാതായപ്പോഴത്തേക്കും അവിടെ പ്രഭുക്കന്മാർ ഉയർന്നു വന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു വെച്ചത്. ഈ പ്രഭുക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഒരു വിഭാഗം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പ്രഭുക്കന്മാരുടെ കീഴിലായിട്ട് അണിനിരന്നു. ഇവരെയാണ് യോദ്ധാക്കൾ എന്ന് അറിയപ്പെടുന്നത്. യോദ്ധാക്കൾ രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് രാജ്യത്തിനോടുള്ള കൂറ് കണ്ടിട്ടും പ്രഭുക്കന്മാരോടുള്ള കൂറ് കണ്ടിട്ടും ഇവർക്ക് വലിയ രീതിയിൽ ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്ത് ചെയ്യാൻ തുടങ്ങി? സംഭാവനയായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കൂലിയായിട്ട് ഈ പ്രഭുക്കന്മാർ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭൂമി കിട്ടുന്ന ആൾക്കാരായിരിക്കും എന്തെന്ന് പറയുന്നത്? അടുത്ത ആ പ്രദേശത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും യോദ്ധാക്കന്മാരുടെ ഒരു സംസ്കാരം ഉണ്ടായി വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ആയിരുന്നു. ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കും വലിയൊരു പ്രാധാന്യം ഫ്യൂഡലിസം ഉണ്ടാക്കുന്നതിന് കാരണമായി. രാജാവിൻ്റെ ദിവ്യാവകാശം പോലുള്ള ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഭുക്കന്മാരുടെ കീഴിൽ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കീഴിൽ അണിനിരത്താൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചു? സഭയ്ക്കും സാധിച്ചു. ഈ സഭയിൽ ഒരു ശ്രേണി ഉണ്ടായിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രേണി ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. ശ്രേണി മീൻസ് ഒരു ഓർഡറാണ്, താഴെ മുതൽ മേൽത്തട്ട് വരെ ഉള്ള ഒരു ഓർഡറാണ് എന്തെന്ന് പറയുന്നത്? ശ്രേണി എന്ന് പറയുന്നത്. ഒരു കാര്യം ഏറ്റവും താഴെ പറയുന്നു, കേട്ടല്ല എങ്കിലെടുത്ത് അതിൻ്റെ മുകളിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിനും ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് ഏറ്റവും താഴെയുള്ള ആളിന് അധികാരമുണ്ട്. അയാൾക്ക് പറ്റിയില്ലെങ്കിൽ മുകളിലെ ആളുടെ സപ്പോർട്ടോടു കൂടി എന്ത് ചെയ്യും? താഴോട്ട് നടപ്പിലാക്കും. അയാൾക്കും പറ്റില്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളിൻ്റെ സഹായത്തോടു കൂടി താഴോട്ട് നടപ്പിലാക്കും. ഇതിനെയാണ് ശ്രേണി എന്ന് പറയുന്നത്. അന്ന് സഭയിലുണ്ടായിരുന്ന ശ്രേണി ഇങ്ങനെയായിരുന്നു: ഏറ്റവും മുകളിൽ പുരോഹിതന്മാർ, അതിന് ഏറ്റവും താഴെ പുരോഹിതന്മാർ, അതിനു മുകളിൽ ബിഷപ്പുമാർ, അതിനു മുകളിൽ പോപ്പ്. ഈ രീതിയിലായിരുന്നു അന്നെന്തെന്ന് പറയുന്നത് ഈ സഭയുടെ ശ്രേണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷതകളെ പറ്റിയിട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂഡലിസത്തിന് മുന്നേ യൂറോപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് റോമൻ എംപയറിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റോമൻ എംപയർ തകർന്നതിന് ശേഷം ഇത് ചെറിയ ചെറിയ പ്രദേശങ്ങളായി മാറി. ഈ പ്രദേശങ്ങളുടെ അധികാരം ഓരോ ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂപ്രഭുക്കന്മാർ ഏറ്റെടുക്കുന്ന ഈ ലാൻഡ് എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രദേശങ്ങളായിരുന്നു. അതായത് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പ്രദേശത്തിൻ്റെ റൂളിംഗ് അല്ല നടക്കുന്നത്, ഭരണമല്ല നടക്കുന്നത്, ചെറിയ ചെറിയ പ്രദേശങ്ങളിലെ ഭരണമാണ് നടക്കുന്നത്. ഇതിനെ വികേന്ദ്രീകൃത രാഷ്ട്രീയ സംവിധാനം എന്ന് പറയാം. ഫ്യൂഡലിസത്തിൻ്റെ ഒരു സവിശേഷതയാണ് വികേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ആരാ പ്രഭുക്കന്മാരെന്ന് പറയുന്നത്? ലാൻഡിൻ്റെ ഉടമകളായിരുന്നു പ്രഭുക്കന്മാരെന്ന് പറയുന്നത്. ഈ ലാൻഡിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അവിടെ എന്ത് ചെയ്തിട്ടുള്ള രൂപീകരിക്കപ്പെട്ടിട്ട് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും
അധികാരത്തിൻ്റെ അടിസ്ഥാനമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടമെന്ന് നമുക്ക് പറഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒപ്പം തന്നെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഒരു ശ്രേണി എന്ത് ചെയ്യപ്പെടുവാണ്, രൂപീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അതെന്ന് പറയുന്നത്. ഈ ശ്രേണി എന്ന് പറയുന്നത് ലാൻഡിൻ്റെ മൊത്തം അവകാശമായിട്ടുണ്ടായിരുന്ന രാജാക്കന്മാർ ഏറ്റവും ഉയരത്തിൽ കാണാം. രാജാവിൻ്റെ തൊട്ടു താഴെ കൂടുതൽ ലാൻഡുള്ള പ്രഭുക്കന്മാർ, കൂടുതൽ മോർ ലാൻഡുള്ള പ്രഭുക്കന്മാരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് താഴെ കുറച്ച് ലാൻഡുള്ള പ്രഭുക്കന്മാരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് താഴെ യോദ്ധാക്കന്മാരായിരിക്കും, വാരിയേഴ്സ് ആയിരിക്കും. അതിന് താഴെ കർഷകരോ അടിമകളോ ആയിരിക്കും നിലനിൽക്കുന്നത്. ഈ രീതിയിൽ ഒരു ക്രമം അല്ലെങ്കിൽ ഒരു ശ്രേണി ഫ്യൂഡലിസത്തിൻ്റെ ഭാഗമായി റോമൻ എംപയർ തകർന്നു വീണ നാട്ടിൽ പ്രഭുക്കന്മാർക്ക് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. നമ്മളിവിടെ ഒരു ശ്രേണി പറഞ്ഞില്ലേ, ഈ ശ്രേണിയിലുള്ള എല്ലാവർക്കും മുകളിലത്തെ തട്ടിലുള്ള ആൾക്കാരെടുത്ത് എന്തുണ്ടായിരിക്കും, ഒരു പരസ്പര ബാധ്യത ഉണ്ടായിരിക്കും. അതായത് കർഷകർക്കും അടിമകൾക്കും ഇതിൻ്റെ മുകളിലെ ശ്രേണിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ജോലി ചെയ്ത് ഇവരുടെ കടമ നിർവഹിക്കേണ്ടതായിട്ട് വന്നു. വേരിയേഴ്സിന് പ്രഭുക്കന്മാരെ നിലനിർത്തുന്നതിനും രാജ്യത്തിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. താഴെത്തട്ടിലെ പ്രഭുക്കന്മാർക്ക് മുകളിലെ തട്ടിലെ പ്രഭുക്കന്മാരോട് എന്തുണ്ടായിരിക്കും, ഒരു ലോയലിറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ പ്രവർത്തനം ഇവർക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടേയിരുന്നു. മുകൾ തട്ടിലെ പ്രഭുക്കന്മാർക്ക് ആരുടെ ഒരു ബഹുമാനവും ലോയലിറ്റി ഉണ്ടായിരിക്കും, രാജാക്കന്മാരുടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ രാജാക്കന്മാരോടും ഒപ്പം തന്നെ രാജ്യത്തോടും കൂറുള്ളതായിരുന്നു. ഈ രീതിയിൽ പരസ്പര ബാധ്യതകൾ എന്ത് ചെയ്തു ഉണ്ടായി വന്നു എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ സാമ്പത്തിക ഘടനയെ പറയുന്ന പേരാണ്. പ്രഭുക്കന്മാരുടെ സാമ്പത്തിക ഘടനയെ പറയുന്ന പേരാണ് മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഘടനയായിരുന്നു? ഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രഭുക്കന്മാരുടെ ഒരു സാമ്പത്തിക ഘടനയായിരുന്നു എന്നു പറയുന്നത് മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത് പഠിക്കേണ്ടത് പാരമ്പര്യ അവകാശങ്ങളായിരുന്നു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഒരു പ്രഭു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം മരണപ്പെട്ടു. അങ്ങനെയാണ് എങ്കിൽ ഈ പ്രഭുവിൻ്റെ അധികാരം ഇദ്ദേഹത്തിൻ്റെ മകനിലോട്ടെത്തും. ഒരു കർഷകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ കർഷകൻ്റെ ബാധ്യതകൾ അടുത്ത തലമുറയിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കർഷകൻ എന്ത് ഉത്തരവാദിത്തമാണോ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഉത്തരവാദിത്തം വീണ്ടും ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിനെയാണ് പാരമ്പര്യ അവകാശങ്ങളെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, പഠിച്ചു മാറ്റേണ്ടതായിട്ട് ഉള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഈ കൃഷിയും ഭൂവുടമകളും എങ്ങനെയാണ് ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ആ കാലഘട്ടം എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. ലാൻഡിനായിരുന്നു പ്രാധാന്യം. വാണിജ്യം ഏറെക്കുറെ ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഗ്രാമ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് ഫ്യൂഡലിസത്തെ തുടർന്ന് ഉണ്ടായി വന്നത്. തൊഴിലിൻ്റെ സ്വാധീനം, തൊഴിൽ സംവിധാനത്തെ പറ്റിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊഴിൽ പ്രധാനമായിട്ടും ചെയ്തിരുന്നത് അടിമകളോ കർഷകരോ ആയിരിക്കും. അടിമകൾക്കോ കർഷകർക്കോ സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവർക്ക് പ്രഭുക്കന്മാരോട് എന്തുണ്ടായിരിക്കും, കൂലിയില്ലാതെ തൊഴിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. കൂലിയില്ലാതെ തൊഴിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം പ്രഭുക്കന്മാരോട് ഇവർക്കുണ്ടായിരുന്നു. പകരമായിട്ട് പ്രഭുക്കന്മാർ ഇവർക്ക് പുറമേ നിന്നുള്ള അക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം കൊടുക്കും. ഒപ്പം തന്നെ ഭക്ഷണം വെച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്ഥലവും ആർക്ക് വേണ്ടിയിട്ട് കൊടുക്കും, ഈ അടിമകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ടോ കൊടുക്കുന്നൊരു സംവിധാനമായിരുന്നു ഫ്യൂഡലിസത്തിൽ നിലനിന്നിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വാണിജ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ആ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. ആ ഗ്രാമത്തിൽ ബാർട്ടർ സംവിധാനം വഴി എന്ത് ചെയ്യുമായിരുന്നു, ആവശ്യമുള്ള ആൾക്കാരെ ആവശ്യമുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്ത് സമൂഹം എന്ത് ചെയ്തു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മറ്റ് സമൂഹങ്ങളുമായി ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിന് ഒരു സ്തംഭനമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രഭുക്കന്മാർ എന്തൊക്കെ പറയുന്നു അതെല്ലാം കേൾക്കേണ്ടതായിട്ടൊരു അവസ്ഥയും കൂടി കർഷകർക്ക് വന്നു. അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനോ മാറി ചിന്തിക്കാനോ ഉള്ള അവസരം ഈ ഗ്രാമ കേന്ദ്രീകൃത ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.
അടുത്ത ഫ്യൂഡലിസത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പരിശോധിക്കാനായിട്ടുള്ളത്. ഫ്യൂഡലിസത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സ്ഥിരതയുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ശ്രേണി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂഡലിസത്തിന് സാധിച്ചു. ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനും ഒപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടും ഒരു രാഷ്ട്രീയ ശ്രേണി, രാജാവ്, പ്രഭുക്കന്മാർ, അതിനുശേഷം യോദ്ധാക്കൾ, അതിനുശേഷം കർഷകർ എന്ന രീതിയിലൊരു ശ്രേണി രൂപീകരിച്ച് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്ത് സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്യൂഡലിസത്തിന് സാധിച്ചു. ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, കൂടുതലായിട്ട് യോദ്ധാക്കന്മാർ ഉത്ഭവിച്ചു വരുവാണ്. യോദ്ധാക്കന്മാർ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഉറപ്പിച്ചുകൊണ്ട് പ്രഭുക്കന്മാർക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ ജീവൻ ഒഴിഞ്ഞു വെച്ച് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇത് പിന്നീട് ഇവർക്കൊരു നിയമസംഹിതകൾ ഉണ്ടാകുന്നു. ഇവർ എന്തെല്ലാം സേവനങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു നിയമസംഹിതകൾ ഉണ്ടാകുന്നത് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഫ്യൂഡലിസത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ധീരരായിട്ടുള്ള യോദ്ധാക്കന്മാരെയും അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, പിൽക്കാലത്ത് നിയമസംഹിതകൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്, ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന നിയമസംഹിതകൾ ഉണ്ടാകുന്നത്. വിജ്ഞാനത്തിൻ്റെ സംരക്ഷണവും വ്യാപനവും ഈ കാലഘട്ടത്തിൽ നടന്നിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രധാന വിദ്യാഭ്യാസ മാർഗങ്ങൾ എന്ന് പറയുന്നത് സന്യാസി വിദ്യാലയങ്ങളിലൂടെ വിദ്യ അഭ്യസിക്കുക എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ സ്ക്രിപ്റ്റോറിയയിലൂടെയും അപ്രന്റീസ്ഷിപ്പുകളിലൂടെയും ഗിൽഡുകളിലൂടെയും എന്ത് ചെയ്യുക, വിദ്യ അഭ്യസിക്കുക എന്നുള്ളതായിരുന്നു. ഗിൽഡുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന സാധനങ്ങളാണ്. ഗിൽഡുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്നറിയപ്പെടുന്നതാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ജനങ്ങളുടെ കൂട്ടത്തെയാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഈ ഗിൽഡുകളിലൂടെയായിരുന്നു വിദ്യാഭ്യാസം നടന്നിരുന്നത്. അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പുകളിലൂടെയായിരുന്നു നടന്നിരുന്നത്, വിദ്യാഭ്യാസം നടന്നിരുന്നത്. സന്യാസി വിദ്യാലയങ്ങളിലൂടെയായിരുന്നു അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. ഈ രീതിയിലെല്ലാം ആ കാലഘട്ടത്തിൽ അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്ന കാര്യവും മനസ്സിലാക്കുക. ഈ റോമൻ എംപയറിന് ശേഷം ഭരണമില്ലാതായപ്പോഴത്തേക്കും ഡീസെൻട്രലൈസ് ആയിപ്പോയ, ഒരു ഐക്യമില്ലാതായിപ്പോയ, ഒരു യൂണിറ്റി ഇല്ലാതായിപ്പോയ ഒരു സമൂഹത്തിനെ ചെറിയ രീതിയിലെങ്കിലും യൂണിറ്റിയായി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഐക്യത്തോടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂഡലിസത്തിന് സാധിച്ചു. ഇതും ഫ്യൂഡലിസത്തിൻ്റെ ഗുണകരമായിട്ടുള്ള കാരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് പഠിക്കാനുള്ളത് ഫ്യൂഡലിസത്തിൻ്റെ ദോഷങ്ങളെ പറ്റിയിട്ടാണ്. ഫ്യൂഡലിസത്തിൻ്റെ ദോഷം എന്ന് പറയുന്നത് ഇവിടെ രാജാവും ഒപ്പം തന്നെ പ്രഭുക്കന്മാർക്കും എല്ലാ രീതിയിലുള്ള സംരക്ഷണവും കിട്ടിക്കൊണ്ടേയിരുന്നു. സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെ അധിപതിയായവർ മാറി. എന്നാൽ അടിമകളും കർഷകരും സമൂഹത്തിൻ്റെ ദുരിതം പേറുന്ന സാമൂഹിക വിഭാഗമായിട്ട് മാറി. ഈ രണ്ട് വിഭാഗങ്ങളെയും ചൂഷണം ചെയ്തിട്ടായിരുന്നു ഉയരത്തിലെ രണ്ട് വിഭാഗത്തിൻ്റെയും വളർച്ച എന്ന് പറയുന്നത്. അധികാര വളർച്ച എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അസന്തുലിതാവസ്ഥയും അസമത്വവും കൊണ്ടുവരുന്നതായിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഗ്രാമത്തിന് മറ്റൊരു ഗ്രാമത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യം അന്നില്ലാത്തത് കൊണ്ട് തന്നെ സാമൂഹ്യ ചലനത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കർഷകൻ്റെ മകന് ഒരു കാരണവശാലും പ്രഭുവാകാൻ വേണ്ടി പറ്റുമായിരുന്നില്ല. പ്രഭുവിൻ്റെ മകന് ഒരു കാരണവശാലും രാജാകാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തലമുറകൾ കഴിയുമ്പോഴും ഈ ചലനാത്മകമായിട്ടുള്ളൊരു സമൂഹത്തിനെ എന്ത് ചെയ്യാൻ പറ്റിയിരുന്നിരുന്നില്ല, രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. കർഷകരെയും അടിമകളെയും ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതി പിൽക്കാലത്ത് ഫ്യൂഡലിസത്തിലൂടെ രൂപീകരിക്കപ്പെട്ടു. ഒപ്പം തന്നെ ഒരു നാടിൻ്റെ സമ്പത്ത്, ഒരു നാടിൻ്റെ സൈന്യം, ഇതെല്ലാം രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത്, കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും സമ്പത്തും അധികാരവും കയ്യിലുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു വ്യവസ്ഥയെ പറ്റിയിട്ട് ആലോചിച്ചിരുന്നില്ല. തങ്ങളുടെ കാര്യം സേഫാക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ അവരുടെ ആലോചനകൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി പഠിക്കാനുള്ളത് ഫ്യൂഡലിസത്തിൻ്റെ പതനത്തെ പറ്റിയിട്ടാണ്. ഫ്യൂഡലിസത്തിൻ്റെ പതനം ആരംഭിക്കുന്നത് 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. 13-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി വ്യാപാരം എന്ന സാധനം എന്ത് ചെയ്യുകയാണ്, ഉയർന്നു വരികയാണ് ചെയ്തത്. വ്യാപാരത്തെ തുടർന്ന് വ്യാപാരികളുടെ കീഴിൽ ഒരു പുതിയ സമൂഹം രൂപീകരിക്കപ്പെട്ടു.
ഈ പുതിയ സമൂഹം കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നില്ല, കർഷകരുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് ലാഭം കിട്ടുന്ന ആൾക്കാരായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട, ഭൂപ്രഭുക്കന്മാരെ അനുസരിക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. വ്യാപാരത്തിൻ്റെ ഫലമായിട്ട് പട്ടണങ്ങൾ എന്ത് ചെയ്തു, ഉയർന്നു വന്നു. ഒപ്പം തന്നെ എന്ത് ചെയ്തു, ഈ പട്ടണങ്ങളിലോട്ട് ജനങ്ങൾ കുടിയേറി പാർക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രാമങ്ങൾ എന്ത് ചെയ്തു, അവസാനിച്ചു. ഗ്രാമങ്ങളിലൂടെ കൃഷിയും ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരവും അവസാനിച്ചു. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഫ്യൂഡലിസം അവസാനിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പണത്തിൻ്റെ ഉപയോഗമായിരുന്നു. പണം ഇല്ലാത്തത് കൊണ്ടും ബാർട്ടർ സംവിധാനം നിലനിന്നിരുന്നത് കൊണ്ടുമായിരുന്നു രാജാക്കന്മാർക്ക് ഒരു സൈന്യത്തിനെ നിലനിർത്താൻ പറ്റാതിരുന്നത്. ഒരു വലിയ പ്രദേശത്തുള്ള സൈനികർക്ക് മൊത്തം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം രാജാവിന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രഭുക്കന്മാരിലൂടെയേ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ, രാജാവിന് സൈനികർക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടൊക്കെ ആവുന്ന സമയത്ത് കറൻസി വരുന്നു. കറൻസി വന്നതോടുകൂടി രാജാവിന് ഒരു സ്റ്റാൻഡിങ് ആർമിയെ സ്വന്തമായിട്ട് നിർത്താൻ പറ്റുന്ന സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് പ്രഭുക്കന്മാരിൽ നിന്ന് മാറി രാജാവിൻ്റെ സ്വന്തം സ്റ്റാൻഡിങ് ആർമിയെ നിലനിർത്തി. ഈ സ്റ്റാൻഡിങ് ആർമി എന്ത് ചെയ്തു, ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ മേൽക്കോയ്മയെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിയും ആ കാലഘട്ടത്തിൽ സംജാതമായി. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ സ്റ്റാൻഡിങ് ആർമിയുടെ ഉപയോഗം പോലെ തന്നെ കേന്ദ്രീകൃത സ്ഥാപനങ്ങളുടെ രൂപീകരണം ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായി. ഈ കേന്ദ്രീകൃത സ്ഥാപനങ്ങളിലൂടെ ശക്തരായിട്ടുള്ള രാജാക്കന്മാരെ ഗ്രാമപ്രദേശത്തിലെ കർഷകരെയും മറ്റു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതും ഫ്യൂഡലിസത്തിൻ്റെ അവസാനത്തിന് കാരണമായി. ഇത് പ്രധാനമായിട്ടും ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യം കണ്ടത്. പിൽക്കാലത്ത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലും ഈ കേന്ദ്രീകൃത ഭരണം വന്നതോടുകൂടി ഫ്യൂഡലിസം പതുക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 1347 1351 കാലഘട്ടത്തിൽ ദ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന കറുത്ത മരണം എവിടെ സംഭവിക്കുകയാണ്, യൂറോപ്പിൽ സംഭവിക്കുകയാണ്. വലിയ രീതിയിൽ പ്ലേഗ് പിടിപെട്ടതിനെ തുടർന്ന് യൂറോപ്പിലെ 1/3 ജനസംഖ്യ, 1/3 ജനങ്ങൾ മരണപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. 1/3 ജനത മരണപ്പെട്ടു എന്നാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഈ 1/3 ജനങ്ങൾ മരണപ്പെടുന്നതോടുകൂടി യൂറോപ്പിലെ പ്രഭുക്കന്മാർക്ക് തങ്ങളുടെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കർഷകരെ കിട്ടാതായി. സ്വാഭാവികമായിട്ട് അംഗസംഖ്യ കുറഞ്ഞതോടുകൂടി പ്രഭുക്കന്മാർക്ക് മറ്റു മാർഗങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ വസ്തുവും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, ഉപേക്ഷിച്ച് വ്യാപാരത്തിലും മറ്റും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതും ആ കാലഘട്ടത്തിൽ ഫ്യൂഡലിസത്തിന് കിട്ടിയിട്ടുള്ള വലിയൊരു അടിയായിരുന്നു. 1831 ഇംഗ്ലണ്ട് 1381 ഇംഗ്ലണ്ടിൽ നടന്നതുപോലുള്ള കർഷക കലാപങ്ങൾ കർഷകർ ആരെ വെല്ലുവിളിക്കുന്നതിന് എക്സാമ്പിളായി കൺസിഡർ ചെയ്യാം, ഫ്യൂഡൽ പ്രഭുക്കന്മാരെ വെല്ലുവിളിക്കുന്നതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്രകാരം നടന്നിട്ടുള്ള പ്രധാന കർഷക കലാപങ്ങൾ ആ കാലഘട്ടത്തിലെ ഫ്യൂഡലിസത്തിൻ്റെ അടിവേരിളക്കുന്നതിന് കാരണമായി മാറി. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അരാജകത്വത്തിലോട്ടും അരക്ഷിതാവസ്ഥയിലോട്ടും നീണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിനെ ഭൂപ്രദേശാധിഷ്ഠിതമായി, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള, അതായത് കേന്ദ്രീകൃതമായിരുന്നില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കുന്നതായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഈ ഫ്യൂഡലിസം ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ടതോടുകൂടി ഒരു ക്രമവും സംരക്ഷണവും എവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടു, ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു സാമ്പത്തിക സ്തംഭനത്തിലോട്ടും ഈ കർഷകരുടെയും അടിമകളുടെയും ചൂഷണവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ കാഠിന്യത്തിലോട്ടും എന്ത് ചെയ്യപ്പെടുകയാണ്, തള്ളിയിടുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് ഫ്യൂഡലിസം തകർന്നത് മുതലാളിത്തം ഉയർന്നു വരുന്നതിന് കാരണമായി. ഒപ്പം തന്നെ ശക്തമായ ദേശീയതയിൽ അടിസ്ഥാനമായിട്ടുള്ള രാജ്യങ്ങളുടെ രൂപീകരണത്തിനും കാരണമായി. ആധുനിക ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമായിട്ടുള്ള പല ആശയങ്ങളെയും ഉദ്ഭവം എന്ന് പറയുന്നത് ഫ്യൂഡലിസം എന്ന് പറയുന്ന ആശയത്തെ തുടർന്നായിരുന്നു. ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിരുന്ന ഏവർക്കും നന്ദി. താങ്ക് യു.